Psychological characteristics of adolescence. Adolescence is a period of significant physical, emotional, and psychological growth. And adolescents have some characteristics, that is, one, identity formation. Identity formation is exploring and forming one's identity, including self concept, values, and goals. Second one is emotional turbulence, experience intense emotions, mood swings, and emotional regulation challenges. Third one is social sensitivity, increased sensitivity to peer opinions, social relationships, and belonging. And the fourth one is risk taking behavior, engaging in risk taking behaviors, testing boundaries, and exploring limits. And fifth one is abstract thinking, developing abstract thinking skills, including hypothetical reasoning and problem solving. Sixth one is independent seeking, that is, desiring autonomy, independence, and self expression. And last one is peer influence, strong influence from peers, including conformity and peer pressure. അതായത് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോൾസൻസ് എന്ന് പറയുന്നത് അഡോൾസൻസ് പീരിയഡിൽ കുട്ടികളുടെ ഒരു വളർച്ചേനെയാണ് പറയുന്നത്. അവരുടെ ആ സമയത്തെ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി രൂപീകരണമാണ്. ഐഡൻറ്റിറ്റി രൂപീകരണം എന്ന് പറയുന്നത് അവരുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, താല്പര്യങ്ങൾ അതവർ കണ്ടെത്തുകയും പിന്നെ സ്വയം സങ്കല്പവും പിന്നെ സ്വയം അവബോധവും അവർ ഒരുപാട് ബന്ധങ്ങൾ രൂപപ്പെടുത്തുകയും അവരെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നൊരു സ്റ്റേജാണ് ഐഡൻറ്റിറ്റി രൂപീകരണം എന്ന് പറയുന്നത് അഡോളസൻസ് ഏജിൽ. രണ്ടാമത്തേന്ന് പറയുന്നത് തീവ്രമായിട്ടുള്ള വികാരങ്ങൾ അനുഭവിക്കൽ, ഉദാഹരണം സന്തോഷം, സങ്കടം, ദേഷ്യം ഇവയൊക്കെ. ഇതിനൊക്കെ വൈകാരിക നിയന്ത്രണമായിട്ട് അവർ പോരാടുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത്. ഈ സമയത്ത് അവർക്ക് ഒരുപാട് സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അവർ പഠിക്കുന്ന ഒരു സ്റ്റേജാണ് അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നതാണ് സാമൂഹിക സംവേദനക്ഷമത. അതായത് സാമൂഹിക സൂചനകളോട് വളരെയധികം അവർ ഇണങ്ങിച്ചേരും. സാമൂഹിക സ്വീകാര്യതയും അംഗത്വവും ആഗ്രഹിക്കുന്നത്, പിന്നെ സങ്കീർണ്ണമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളിൽ അവർ സഞ്ചരിക്കുക, അതായത് പിയർ ഗ്രൂപ്പ്സായിട്ട് അവർ ബന്ധം ഉണ്ടാക്കും. അതായത് അവരുടെ ഒരു ഏജിലുള്ള ആൾക്കാരായിട്ടായിരിക്കും അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക. വേറൊരു പൊതു ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് ഒരു ഒപ്പീനിയൻസ് അവർ സ്വീകരിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കും. പിന്നെയെന്ന് പറയുന്നത് നാലാമത്തേത് പറയുന്നത് അതിരുകൾ അവർ പരീക്ഷിക്കുകയും പിന്നെ പരിധികൾ അവർ നിരീക്ഷണം ചെയ്യുകയും ചെയ്യും. അതായത് പിന്നെ ആവശ്യകരമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഏർപ്പെടുക, പിന്നെ തെറ്റുകളിൽ നിന്നും അവർ അനന്തരഫലങ്ങളിൽ നിന്ന് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അഡോളസൻസ് ഏജിൽ തെറ്റുകൾ ചെയ്യും, അതുപോലെ അതിൽ നിന്ന് അവർ പഠിക്കുകയും ചെയ്യുന്നു. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിമർശനാത്മകമായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനൊരു കഴിവ് അഡോളസൻസ് ഏജിൽ ഉണ്ടാവുന്നു. പിന്നെ സാങ്കല്പികമായിട്ടും ന്യായവാദം ചെയ്യൽ, പിന്നെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഈ സ്റ്റേജിൽ. പിന്നെ പറയുന്നത് സ്വാതന്ത്ര്യാന്വേഷണമാണ്. അതായത് സ്വയം ഭരണവും സ്വയം പ്രകടനവും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ അഡോളസൻസ് ഏജിൽ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഉറപ്പിക്കുന്നു. പിന്നെ തീരുമാനങ്ങൾ എടുക്കാനും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ഈ സ്റ്റേജിൽ അവരെ കൊണ്ട് സാധിക്കുന്നു. പിന്നെയെന്ന് പറയുന്നത് ഏഴാമത്തേന്ന് പറയുന്നത് സമപ്രായക്കാരുടെ ഒരു സ്വാധീനമാണ്. സമപ്രായക്കാരുടെ അനുകരണവും സ്വീകാര്യത ഇവർ തേടും. അതായത് ഇവരുടെ ഒരേ ഏജിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും ഇവർ കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവുക ഒരേ സെയിം ഏജിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും. ഈ അഡോളസൻസ് ഏജ് എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രശ്നകരമായിട്ടുള്ളൊരു ഏജ് പീരിയഡാണ്. എന്തെന്ന് വെച്ചാൽ ഇവർ പുറമേ ഉള്ള ഒരു ഒപ്പീനിയൻസ് ഇവർ സ്വീകരിക്കില്ല. ഇപ്പോൾ പാരൻസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും സ്കൂളിൽ നിന്നുള്ള എവിടെ നിന്നാണെങ്കിലും ഇവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. അവരുടെ നിന്ന് മാത്രമേ ഇവർ കൂടി തീരുമാനം എടുക്കുകയുള്ളൂ. പിന്നെ അതായത് സമപ്രായക്കാരുടെ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കലാണ് ആ സമയത്ത് ഇവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സാമൂഹിക കഴിവുകളും ബന്ധങ്ങളും വികസിപ്പിക്കുകയും ചെയ്യും ഈ സ്റ്റേജിൽ. ഇത്രയൊക്കെയാണ് അഡോളസൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ സ്വഭാവ സവിശേഷതകൾ അവർ പരസ്പരം ഇടപഴകുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇത് കൗമാരക്കാരുടെ ഒരു അനുഭവത്തെ രൂപപ്പെടുത്തുകയാണ് ഈ സ്റ്റേജ് ചെയ്യുന്നത്. അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത് കൗമാരപ്രായത്തിൽ അവരുടെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും മറ്റുള്ളവരുടെ കൂടുതൽ ബന്ധം പുലർത്താനുള്ള ഒരു സ്റ്റേജാണ്
അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. ഈ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നത് അവരുടെ വികസനത്തിനും പിന്നെ വിജയത്തിനൊക്കെ പിന്തുണ നൽകുന്ന ഒന്നാണ്. ദാറ്റ്സ് ഓൾ. അപ്പം ഇത്രയൊക്കെയാണ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതായത് കൗമാരക്കാരുടെയും മാനസിക സവിശേഷതകൾ മനസ്സിലാക്കുന്നതിലൂടെ അവരുടെ വിജയം, അവരുടെ ഡെവലപ്മെൻറ്റ് എന്നിവ നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റും. താങ്ക് യു.